ഹായ് ഫ്രണ്ട്സ്, പ്രിയ സൻശ്രീ വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എന്തുവാ രാവിലെ തന്നെ കോഴിക്കോടിൻ്റെ അടുത്ത് പോയി നിന്ന് കഥയൊക്കെ പറയുന്നതെന്നല്ലേ. ഈ കഥ കേൾക്കാൻ നല്ല രസമുള്ള ഒരു കഥയാണ് കേട്ടോ. നിങ്ങൾ കേട്ടിട്ട് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് എഴുതിയിടണം. നിങ്ങൾക്ക് ഈ കമൻ്റ് എഴുതിയിടാൻ ലൈക്കൊക്കെ ഇടാൻ എന്താ ഇത്ര മടി? എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ കഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാവിലെ തന്നെ ഒരു 1200 രൂപയുടെ കച്ചവടം നടത്തി. അതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ. എന്നെപ്പോലൊരു വീട്ടമ്മയ്ക്ക് എന്ന് വെച്ചാൽ രാവിലെ ഒരു 1200 രൂപയൊക്കെ കിട്ടുകയെന്ന് വെച്ചാൽ അത് വളരെ സന്തോഷമാണ്. നമുക്ക് വീട്ടിലിരുന്ന് തന്നെ രാവിലെ ഒരു അരമണിക്കൂറും വൈകിട്ട് ഒരു അരമണിക്കൂറും മെനക്കിടുമ്പോൾ നമുക്ക് ഒരു അത്യാവശ്യം ഒരു ഇത്തിരി പൈസ കിട്ടുന്ന സന്തോഷമല്ലേ. ഇന്നിപ്പോൾ ഒന്നിച്ചൊരു 1200 രൂപ കിട്ടിയെങ്കിലും, അല്ലെങ്കിൽ എനിക്ക് ഡെയിലി ഒരു 10-400 രൂപ വെച്ച് എനിക്ക് എന്തായാലും കിട്ടുന്നുണ്ട് കേട്ടോ. അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഇവരുടെ ചിലവും കഴിഞ്ഞ് ഇവരുടെ ചിലവിനൊരു 100 രൂപ അല്ലെ 200 രൂപ അങ്ങ് ചിലവാക്കിക്കും. എന്നാലും ഒരു 200 രൂപ എനിക്ക് ലാഭം ഡെയിലി കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര സന്തോഷമാണ്. അതായത് ഈ ചെറുകിട കോഴി കർഷകയായിട്ട് തന്നെ എനിക്ക് അങ്ങനെ കിട്ടുന്നുണ്ട്. അത് ഭയങ്കര സന്തോഷമാണ്. അപ്പം ഇവരെ കൊടുക്കാമെന്ന് കരുതിയതിൻ്റെ കാരണം എന്താണെന്ന് പറയുക, ഇവർ കുറച്ച് പേരുണ്ടല്ലോ ഭയങ്കര മടിച്ചികളായെന്ന്, മുട്ടയിടാനൊക്കെ മടി ഇവർക്ക്. അതുകൊണ്ട് ഇവരെ കുറേ പേരെ കൊടുത്ത് ഞാനിപ്പോൾ ഒഴിവാക്കുക. നേരത്തെയും കുറേ പേരെ കൊടുത്ത്. ഇപ്പം നമുക്ക് നിങ്ങൾ പഴയ പോലെ കാണുമ്പോഴത്തെ പോലെ കൂടുതൽ കോഴികളില്ലല്ലോ. ഞാൻ ഇവരെ ഇങ്ങനെ കുറേശ്ശെ കൊടുത്ത് ഒഴിവാക്കുന്നതാണ്. കാരണം എനിക്ക് അടുത്ത ബാച്ച് കോഴിയെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കോഴിയെ കൊടുത്താലും മുട്ട കൊടുത്താലും ഒക്കെ കിട്ടുന്നതിൽ നിന്ന് ഞാൻ ഇവർക്കുള്ള തീറ്റയ്ക്ക് മാറ്റും, എനിക്കുള്ള ഒരു ശതമാനവും മാറ്റും. എന്നിട്ട് അതിൽ നിന്നും ഒരു ശതമാനം ഞാൻ മാറ്റി വെക്കും. എന്തിനാണെന്നറിയാം, ഒരു വഞ്ചിക്കകത്ത് ഇങ്ങനെ ഇട്ട് വെക്കും. നിങ്ങളും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് കിട്ടുന്നതിൽ നിന്ന് ഒരു 100 രൂപ അല്ലെങ്കിൽ 200 രൂപ ഒക്കെ വെച്ച് ഒരു വഞ്ചിക്കകത്ത് കൊണ്ടുപോയി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര സഹായമാകും. നമുക്ക് അടുത്ത പ്രാവശ്യം കോഴിയെ മേടിക്കാൻ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കാശെടുക്കുമ്പോഴല്ലേ നമുക്ക് മടി വരുന്നതും കോഴിയെ മേടിക്കാനൊക്കെ പോകാനൊരു മടിയോ പൈസയില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കേണ്ടി വരുന്നത്. അതേസമയം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ നമുക്ക് കോഴിയെ മേടിക്കാൻ എളുപ്പമാണ്. അപ്പം നമ്മളെപ്പോലുള്ള അതായത് വീട്ടിലിരുന്ന് ചെയ്യുന്ന വീട്ടമ്മമാർക്കൊക്കെ വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഈ പൈസ ഇങ്ങനെ കൊണ്ടുവന്ന് വഞ്ചിക്കകത്തിട്ടേക്ക്. അത് തന്നെയല്ല, കോഴിയെ മേടിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ, ഇത് ഒന്നിച്ചെടുക്കുമ്പോഴും ഇത് ഭയങ്കര സന്തോഷം. നമ്മളെപ്പോലുള്ളവർക്ക് ഡെയിലി വരുമാനം കിട്ടി അത് അന്നന്ന് ചിലവായി പോവല്ലേ നമ്മുടെ കയ്യിൽ നിന്ന് ചെയ്യുന്നത്. പക്ഷേങ്കിൽ നമുക്കിത് ഒന്നിച്ച് കിട്ടുന്നില്ലല്ലോ. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്, ഇതിങ്ങനെ ഒന്നിച്ച് കൊണ്ടിട്ട് വെച്ചിട്ട് ഒരു 2-3 മാസം കൂടുമ്പോൾ അതൊന്ന് എടുക്കുമ്പോൾ ഒന്നിച്ച് കുറച്ച് പൈസ കിട്ടുമ്പോഴും നമുക്കതൊരു സന്തോഷം, ഒരു കാര്യം നമുക്ക് സാധിച്ച് കിട്ടും. അപ്പോൾ വീട്ടിലൊക്കെ 10 കോഴിയെ വളർത്തുന്നതുകൊണ്ട് എന്തെങ്കിലും നഷ്ടമുണ്ടോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എല്ലാവരും എന്നെ വഴക്ക് പറയും, ഞാൻ എന്തിനാ ഇങ്ങനെ കോഴിയെ വളർത്തുന്നു, പരിസരമൊക്കെ ഇതാക്കിട്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ചീത്തയും വെള്ളമൊക്കെ ഇവിടെ അനുവേട്ടനടക്കം എന്നെ പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് കേട്ടോ. പക്ഷേ ഇവരുടെയൊക്കെ കൂടെ നിൽക്കുമ്പോഴും രാവിലെ തന്നെ ചെന്ന് ഇവരുടെ 2 മുട്ട എടുക്കുമ്പോഴും ഒക്കെ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് അവൾ മുട്ടയിട്ട് വെച്ചേക്കുന്ന പലകപ്പുറത്ത് പോയി അങ്ങനെ ഇട്ട് വെച്ചേക്കുക. അപ്പോൾ ഇതൊക്കെ പിറക്കുകയും ഇവരുടെയൊക്കെ കൂടെ നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമാണ്. ഞാൻ അങ്ങനെയുള്ള ട്രിക്കുകളൊക്കെ ഉപയോഗിച്ചാണ് കേട്ടോ എന്ന് വെച്ചാൽ ഞാൻ കുറച്ചുകൂടെയൊക്കെ മുന്നോട്ട് കാര്യങ്ങൾ ചിന്തിക്കുക. അടുത്ത പ്രാവശ്യത്തേക്ക് നമുക്ക് കോഴികളെ മേടിക്കാൻ എന്ത് ചെയ്യണം, എങ്ങനെ എന്ത് ചെയ്താൽ പറ്റും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചിന്തിച്ചേ ഞാൻ ഓരോന്നും ചെയ്യത്തുള്ളേ. അപ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടുകളില്ല. ഇപ്പോൾ ഇവരുടെ മുട്ടയെല്ലാം തീർന്ന് ഇവരെയെല്ലാം കൊടുത്തൊഴിവാക്കിയാലും അടുത്ത ബാച്ച് കോഴിയെ മേടിക്കാനുള്ള പൈസ എൻ്റെ കയ്യിൽ ഓൾറെഡി റെഡി ആയിട്ടുണ്ടാകും എൻ്റെ വഞ്ചിക്കകത്ത്. അത് നമ്മൾ പോലും അറിയാതെ നമ്മൾ സൂക്ഷിക്കുന്ന ഒരു പൈസയല്ലേ. അതൊന്നിനും നമ്മൾ പോയി എടുക്കത്തുമില്ല, അതവിടെ കിടക്കും. നമ്മൾ പോലും അറിയാതെ നമ്മുടെ കയ്യിൽ ഒരു ചെറിയ സമ്പാദ്യമായിട്ട് മാറുകയും ചെയ്യും. അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു ട്രിക്കുകളൊക്കെയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. എനിക്ക് കോഴിയെ വളർത്തി നല്ല ലാഭമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വരുമാനമാണ് നിങ്ങളോട് പറയുന്നത്. രാവിലെ തന്നെ ഒരു 1200 രൂപ കിട്ടി, അത് വലിയ സന്തോഷമല്ലേ. അതെനിക്ക് വലിയ സന്തോഷമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ 1200 അല്ല, ഇന്നിനി എനിക്ക് 10-300 രൂപയുടെ കൂടുതൽ കിട്ടുമെന്ന് എനിക്കറിയാം. കാരണം ഇന്നത്തെ മുട്ടയും ഉണ്ട്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ചേ, കോഴിയെ വളർത്തുന്ന ലാഭമല്ലേ.